Toma, toma, toma. Quatro paredes, eu vou cantar contigo. Quatro paredes, eu vou cantar contigo. ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്യാരക്ടർ സ്കില്ല് ഒരു ക്യാരക്ടർ സ്കില്ല് പോലും ഇടാതെ നമ്മൾ BR കളിക്കുക. നമുക്ക് ബുയ അടിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഓൾമോസ്റ്റ് കുറച്ചേരം ഒന്ന് സർവൈവും അത്യാവശ്യം കില്ലൊക്കെ എടുത്താൽ മതി. ബുയ അടിക്കണമെന്ന് അറിയിലേക്ക്. ഞാൻ ഇപ്പോൾ ഡയമണ്ട് 3 സ്റ്റാർ ആണ്. അടിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരെ TV ടവർക്ക് വെച്ച് പിടിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ TV ടവറിൽ ആദ്യം തന്നെ കുറേ എനിമീസ് ഇറങ്ങുന്നുണ്ടാവും. ആ എനിമീസിനെ ഫുള്ളും തീർത്തിട്ട് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ചാവും. എന്നിട്ട് ചത്തിട്ട് പിന്നെ വേറെ എനിമി ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് സർവൈവ് ചെയ്യുക. അതാണ് എൻ്റെ പ്ലാൻ. ആ പ്ലാൻ നടക്കുമെന്ന് നമുക്കറിയില്ല. ആദ്യം തന്നെ എനിക്ക് കോഡ് കിട്ടി. കോഡ് കൊണ്ട് എന്ത് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുകയാണ്. കാരണം പക്ഷെ കോഡ് നല്ല കണ്ണാട്ടാ. അപ്പോൾ ഇവിടെ കുറേ ഫൈറ്റുന്നുണ്ട്. ഓന് കുറച്ച് ഡാമേജ് എടുത്തപ്പോഴേക്കും ഗ്ലൂ വാൾ ഇട്ട്. പിന്നെ എനിമീസ് കുറേ നോക്കി. എനിമീസിന് ഇവിടെ ഒന്നും കാണാനില്ല. കൂടുതൽ എനിമീസ് ആ നീല വീട്ടിലാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനിവിടെ ആ നീല വീട്ടിക്കണ്ട് പോയി. അടിയിലും കുറേ എനിമീസ് ഉണ്ടാവും എനിക്ക് അപ്പളേ തോന്നി. നോക്കിയപ്പോൾ അതാ ഒരുത്തങ്ങണ്ട് വരുന്നുണ്ട്. ഞാൻ നേരെ ഇവിടെ A94 കൊണ്ട് തന്നെ ഹെഡ് എടുത്തിട്ട് പിന്നെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ട് ഒരു സാൻഡിനൊക്കെ ഉണ്ടായിരുന്നു. ഓനെ നേരെ അടിച്ചിട നോക്കിയപ്പോഴേക്കും ഓൻ പോയി. എനിമീൻ്റെ പിന്നെ ഞാൻ കോളോട് ഉൾവാൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓൻ തീർന്നുണ്ട്, പെട്ടിയായി. പിന്നെ ഗൈസ് ഇവിടെ പിന്നെ കുറേ എനിമീസിനും തപ്പി നോക്കി. എനിമീസിനെ അങ്ങനെയൊന്നും കാണാം. പിന്നെ ഇവിടെ എനിമീസിനൊന്നും കാണാനില്ല. കുറേ കിടന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ എനിമീസ് ഉണ്ടെങ്കിൽ ഓനൊക്കെ പെട്ടെന്ന് തീർത്തിടാം നമുക്ക്. പിന്നെ നൈസ് അടിക്കാൻ വന്നപ്പോൾ ഒരു മാക്സിമം എടുക്കണുണ്ട്. ഓനെ കയറി ഞാൻ മാക്സിമം നല്ലൊരു അടി കൊടുത്തു. ഞാൻ നൈസ് മെഡ് അടിച്ചു. ഇവിടെ അപ്പോഴേക്കും നല്ലൊരു അടിക്ക് മുകളിൽ കിട്ടി. ഓൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ നിന്നിട്ടും ഓനെ ചാടി വരെ അടിച്ചിട്ട് ഓൻ വല്ലാത്തൊരാളില്ല. ചാടി വരെ അടിച്ചിട്ട് അങ്ങനെ 3 കില്ല് ആയിട്ട് നമ്മൾ ആ സ്ഥലത്ത് TV ടവറിന് നമ്മൾ വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എനിമീനെ അങ്ങനെയൊന്നും കാണണില്ല. അത് സ്ഥലത്തിൻ്റെ പേരിക്കറിയില്ല, പേര് ഞാൻ മറന്നു. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ ഈ സിബ്ബേൻ്റെ പേരിക്ക് അറിയില്ല. എനിക്ക് നേരെ കയറിപ്പോയി. എന്നിട്ട് നമ്മൾ നേരെ ചാടുക. പക്ഷെ എനിക്ക് ആ വീട്ടിലേക്കായിരുന്നു പോകണ്ടേ. നമുക്ക് തൽക്കാലം ഇപ്പോൾ നമ്മൾ സൈഡിക്ക് പോയിട്ടുണ്ട്. കാരണം തന്നെ പിന്നെ നമുക്ക് A94 കിട്ടി, ഒരു പൊട്ടാസ് കിട്ടി. പിന്നെ A94 മാറ്റിയിട്ടൊരു SKS ഞാൻ എടുത്ത്. പിന്നെയും സിബ്ബേ കൂടെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോക്കന്നെ. പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഫുള്ളും വെള്ളമായിട്ട് ആകെ ഇതായി കഴിഞ്ഞ്. പിന്നെ ഞാൻ പൊട്ടാസും മാറ്റിയിട്ട് P90 എടുക്കണോ, P90 മാറ്റിയിട്ട് പൊട്ടാസ് എടുക്കണമെന്നില്ലേ. അതാണ് ഞാൻ P90 തന്നെ എടുത്ത്. പിന്നെ ഞാൻ താഴത്തേക്ക് ചാടണം വിചാരിച്ചു. കാരണം ഈ സ്ഥലത്ത് ഞാൻ തീരെ പോയിട്ടില്ല. പിന്നെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റേ CS കാണിക്കണ സ്ഥലമില്ലേ, അതാണ് ഇതെന്ന്. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം പോയുള്ള സ്ഥലം തന്നെ. പിന്നെ SKS മറ്റൊരു XMH എടുത്ത്. എനിക്ക് തെറ്റാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. തൽക്കാലം SKS തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഫുള്ളും ലൂട്ടാൻ നിൽക്കായിരുന്നു. ഇവിടെ ഫുള്ളും ലൂട്ടി സ്ഥലം മുടിപ്പിക്കണം. അപ്പോഴേക്കും ഞാൻ കുറച്ച് കണ്ട് പോയി. അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞ് പോയിട്ട് ത്രോങ് ഗണ്ണ് എടുക്കാൻ. എൻ്റെ തൊട്ടടുത്ത് ത്രോങ് ഗണ്ണ് ഉണ്ടായിരുന്നു. അത് കൊടുത്ത് അതിൻ്റെ ത്രോങ് ഗണ്ണ് എന്ന് വെച്ചാൽ ബെസ്റ്റ് 4 ലെവൽ 4 വെസ്റ്റ് വരെ ഇതിൻ്റെ ഒരു സ്റ്റാക്ക് ഉണ്ടേൽ വരെ തീർന്നുകൊണ്ട് പോവും. വെസ്റ്റും പൊട്ടും ആളും തീരും. അമ്മാതിരി സീൻ സാധനമാണ്. പക്ഷേ എയിം പെട്ടെന്ന് വേണം. അത് ലോഡാവാൻ ത്രോങ്ങ് ലോഡാവാൻ അത്യാവശ്യം സമയമൊക്കെ എടുക്കും. പിന്നെ അതൊക്കെ ലൂട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചാടി ഇങ്ങോട്ട് വന്ന്. ഇവിടെ ആണെങ്കിൽ അധികം ഒന്നും അങ്ങനെ കാണണമൊന്നുമില്ല. ഞാൻ പിന്നെ സിബ്ബേ കൂടെ ഇട്ട് ഇവിടെയും പിന്നെ ത്രോങ്ങ് ഗണ്ണ് എടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടാസിൻ്റെ മാക്ടൻ
അതിൻ്റെയൊക്കെ ലൂട്ടും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എടുത്ത്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കോയിൻസൊക്കെ പിന്നെ കളക്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ഉണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കോയിൻസ് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ കോയിൻസ് പിന്നെ 1300 അതിപ്പോൾ കൂടി 1800 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് ആദ്യം തന്നെ മേടിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ പോയിട്ട് കുറച്ച് ഉണ്ട മേടിക്കുക നമ്മുടെ ത്രോൺ ഗണ്ണിന് വേണ്ടി. പിന്നെ നമുക്കൊരു ബാഗ് മേടിക്കുക. പിന്നെ നമുക്കൊരു ബാഗ് മേടിച്ച് സൂപ്പർ ബെഡും ഒരു ഹിറ്റ് ലിസ്റ്റും ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. ഈ ഹിറ്റ് ലിസ്റ്റ് എങ്ങനെയെങ്കിലും നമുക്ക് തകർക്കണം. ഓനെ നമുക്ക് എങ്ങനെയെങ്കിലും കില്ലിടണം. അതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ നേരെ നമ്മുടെ പവറൊക്കെ നമ്മളെടുത്ത്, പക്ഷേ എൻ്റെ പവറിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പവർ എടുത്തപ്പോൾ തെറ്റിപ്പോയി. സമണർ എടുത്ത് ഞാൻ സോളോ അല്ലേ, പിന്നെ എങ്ങനെ സമ്മണിങ് ഞാൻ നന്നായിട്ട് എൻ്റെ വിചാരം. പിന്നെ കുറേ സമയം എടുക്കും, 1 മിനിറ്റ് എടുക്കും. അപ്പം ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ട് എനിക്ക് വൈകിയ വെയിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ മാപ്പിക്ക് നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ ഹിറ്റ് ലിസ്റ്റ്. ഓനെ ആരും കൊല്ലാതെ ഇരുന്നാൽ മതി നയിക്ക്. ഞാൻ പിന്നെ കുറേ അങ്ങോട്ട് വെച്ചുകൊണ്ട് പിടിച്ച് കുറേ സിവേ കൂടെ പോയേക്ക്. കാറ് കാണുന്നില്ല, കാറ് തീരെ കാണില്ല. പക്ഷെ നിങ്ങൾക്ക് മാപ്പിൽ കാറ് കാണാൻ പറ്റും. ഞാൻ പക്ഷെ അങ്ങോട്ട് ഞാൻ ആ സമയത്ത് പോയില്ല. പിന്നെ ഇവിടെ കുറേ ലൂട്ടാൻ നോക്കി. ഇവിടെ കുറേ ലൂട്ടൊക്കെ എന്തായാലും അത്യാവശ്യം ലൂട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ വെൻഡിങ് മെഷീനും ഞാൻ തപ്പാൻ തുടങ്ങി, വല്ലതും ഉണ്ടാവും ചോദിച്ചിട്ട്. പിന്നെ ഇവിടെ മറ്റേ വെൻഡിങ് മെഷീൻ, എല്ലാ വെൻഡിങ് മെഷീനും ഒന്നുമില്ലല്ലേ, പിന്നെ എന്ത് സംഭവിക്കാനാ. അപ്പോഴാണ് ഞാൻ അങ്ങനെ കിടന്ന് ഈമ കളിക്കരുന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ ഹിറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ കിടന്ന് ഇവിടെ കളിക്കുക. അപ്പം ഞാൻ നേരെ ഹിറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയി. പിന്നെ നമ്മൾ പൈസ ഒക്കെ കുറച്ച് കൂട്ടിയിട്ടൊക്കെയാണ് ഹിറ്റ് ലിസ്റ്റ് എടുക്കാൻ പോണത് തന്നെ. പിന്നെ ഹിറ്റ് ലിസ്റ്റ് അത്യാവശ്യമല്ല, നമ്മുടെ നല്ല ദൂരെയാണ് ഹിറ്റ് ലിസ്റ്റ്. അപ്പം എങ്ങനെയെങ്കിലും ഓൻ്റെ അടുത്തേക്ക് പെട്ടെന്നൊന്ന് എത്തണോ. പിന്നെ ഇവിടെ കാറ് വല്ലതും ഉണ്ടാകുന്ന നോക്കി നടക്കുകയാണ്. ഇവിടെ ഫുള്ളിങ്ങി നടായിരിക്കും. എനിക്ക് വയ്യ നടക്കും ഇങ്ങനെ. ഞാൻ കുറച്ചായിട്ട് നടന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഗരീന ദൈവം നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നമുക്കൊരു കാറ് വന്നിട്ടുണ്ട്. ഞാൻ നേരെ ഹിറ്റ് ലിസ്റ്റിൻ്റെ അടുത്ത് പിന്നെ പോവുകയാണ്. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഹിറ്റ് ലിസ്റ്റ് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനി എൻ്റെ വണ്ടീൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവിടുന്ന് പോകണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഹിറ്റ് ലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് മുമ്പിലാണ്. നിങ്ങൾക്ക് ഇവന്മാർ ഫൈറ്റ് ചെയ്യണ വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടാ എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. ഇപ്പം കിടന്ന് അടിക്കുന്നുണ്ട്. ഹിറ്റ് ലിസ്റ്റിൽ മാപ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ സ്കേച്ച് കൊടുത്തൊന്ന് സൂം ചെയ്ത് കുറച്ച് കണ്ട് പിടിച്ച് പിന്നെ എവർക്ക് പോയിട്ട് ആ ഹിറ്റ് ലിസ്റ്റ് നമ്മൾ തീർത്തിട്ട്. പിന്നെ ഞാനിവിടെ ഞാൻ എന്നിട്ട് ഓൻ്റെ ലൂട്ട് എടുക്കാൻ പോയി. അവസാനം ഇതൊരു പണി തന്നെയായി. നിങ്ങൾ അവസാനം വരെ കാണും. ഇതിക്ക് പിന്നെ ഒരു പണിയായി. ഞാൻ എന്നിട്ട് നേരെ ഓൻ്റെ ലൂട്ട് എടുക്കാൻ പോയി. പിന്നെ അവിടെ സോണൊക്കെ വന്നിരിക്കണ്. ഇത് പണിയാവുമെന്ന് അറിയില്ല. എന്തായാലും നല്ല HP പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ ലൂട്ടാണെങ്കിൽ കാണണമില്ല. പിന്നേക്ക് ആ ഗ്ലൂവാളിൻ്റെ അടിയിൽ സൈഡിലുണ്ടെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ ഗ്ലൂവാളിൻ്റെ സൈഡിൽ പോയിട്ട് അത്രയൊന്നും ലൂട്ടില്ല. ഞാൻ പെട്ടെന്ന് ലൂട്ട് എടുത്ത്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പടാവും എനിക്കറിയാം. ഞാൻ പിന്നെ പെട്ടെന്ന് ലൂട്ട് എടുത്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴതാ മുമ്പിൽ ഒരു എനിമി ഇങ്ങനെ പോണ്. എൻ്റെ ഉള്ള കിളി ഫുള്ളും പോയി. കാരണം ചാവാൻ കടുക്കുമ്പോഴാ മുമ്പിൽ കൂടെ എനിമി പോണി. ഞാൻ നേരെ നല്ല അടി വെച്ചിട്ട് ഓൻ്റെ എനിക്ക് നല്ല തരുന്നു. ഞാൻ സൂപ്പർ മഡ് അടിച്ച് അവസാനമാകാൻ പോയപ്പോൾ ഞാൻ ഒന്ന് ചാടി. അതുകൊണ്ട് അതൊരു പ്രശ്നമായി. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ അവസാനമാകുമ്പോൾ ഒരു സൂപ്പർ മഡ് അടിച്ച് സോണ്ട് ചാടാൻ വെച്ചിട്ട് പിന്നെ അവൻ്റെ ബോംബും കൂടെ ഉണ്ട് പൊട്ടി. അപ്പോൾ എൻ്റെ പകുതി ഡാമേജ് പിങ്ങും പോയി. 8 മെഡിക്കറ്റല്ല കയ്യിരിക്കണേ. ഞാൻ മഡടിച്ച് അവസാനം ചാവും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയി
ഒരിതിട്ട്, പക്ഷെ 8 മടിക്കിച്ചിട്ട് 1 മടിക്കിട്ട് നമുക്ക് കളയേണ്ട വന്നു. അപ്പോഴേക്കും ഓൻ്റെ അടുത്തെത്തി. പിന്നെ ഓൻ ചാടി ഇത് രണ്ടും ഉണ്ടാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഒരു എസ്കേസ് കൊണ്ട് ചെക്കൻ അല്ല സൈറ്റ് കൊണ്ട് ചെക്കൻ അടിച്ചിട്ട് നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് 61+ കിട്ടിയിരിക്കണ്. അതിൻ്റെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഗായ്സ് നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ചലഞ്ച് നമ്മൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ വല്ല ചലഞ്ച് ആയിട്ട് തരാം. എല്ലാവർക്കും ബൈ.